എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൽ മെറിറ്റ് ഡേ, കോളേജ് ഡേ, മാഗസിൻ പ്രകാശനം എന്നിവ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക കലാപരമായ മികവുകൾക്ക് ആദരമർപ്പിച്ച ചടങ്ങ് പ്യൂൺ സ്റ്റാഫുകളായ ഗിരിജ, ഷീലാദാസ്, സുധാദേവി, വനജ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രദ്ധേയമായി. കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ജീവനക്കാരെ ആദരിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം ചടങ്ങിന് വേറിട്ട സവിശേഷത പകർന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ജയശീലൻ അധ്യക്ഷത വഹിച്ചു. പഠന മികവിനൊപ്പം വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളും സാമൂഹിക ബോധവും വളർത്തുന്നതിൽ കോളേജ് നൽകുന്ന പ്രാധാന്യം അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അധ്യാപകനും എഴുത്തുകാരനുമായ ശിവദാസൻ കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ചിന്തകളും സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്ന സൃഷ്ടികളാണ് മാഗസിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ ഈ വിശിഷ്ടാതിഥിയെ പറ്റിയിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ വ്യക്തി, ഒരു കാഴ്ചക്കാണ് വേദി സാക്ഷ്യം വഹിച്ചത്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. 5 കൊല്ലക്കാലം നഗരസഭയുടെ കൗൺസിലറായിരുന്നു, 5 കൊല്ലക്കാലം വൈസ് ചെയർമാനായിരുന്നു. അപ്പം അന്നൊക്കെ ഒരു പ്രോട്ടോകോളിൻ്റെ തടങ്കലിലായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഇന്നാൾ കഴിഞ്ഞ് ഇന്നാൾ ഒരു ഹൈറാർക്കിയും ഒരു അധികാര ശ്രേണിയും, ആ ശ്രേണി പിന്തുടരണം എന്നായിരുന്നു. ആധ്യക്ഷം വഹിക്കണം, ഉദ്ഘാടനം ചെയ്യണം, ഇതിനൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു. ഇവിടെ ആ ശ്രേണികളൊക്കെ തകർക്കപ്പെട്ടുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ടല്ല, താഴെ നിന്ന് മുകളിലേക്കാണ് പോകേണ്ടതെന്ന വലിയൊരു തത്വം ഈ കോളേജ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്, സമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. യൂണിയൻ പ്രതിനിധി ആദിത്യ യൂണിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കോളേജിൽ സംഘടിപ്പിച്ച വിവിധ അക്കാദമിക കലാകായിക പ്രവർത്തനങ്ങളുടെ അവലോകനമായിരുന്നു റിപ്പോർട്ട്. മാഗസിൻ സ്റ്റുഡന്റ് എഡിറ്റർ ദിയ, സബ് എഡിറ്റർ ആദിത്, സ്റ്റാഫ് എഡിറ്റർ മനോജ്, ഗുരേഷിയ, ആർട്സ് അഡ്വൈസർ സീന എന്നിവർ ആശംസകൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചിറ്റൂർ പാട്ടുഗ്രാമം അവതരിപ്പിച്ച സംഗീത വിരുന്ന് ചടങ്ങിന് കൂടുതൽ മിഴിവേകി. BBA വിഭാഗം മേധാവി ആതിര സ്വാഗതം പറഞ്ഞു. യൂണിയൻ സെക്കൻഡ് ഇയർ റെപ്രസെന്റേറ്റീവ് പ്രിയങ്ക നന്ദി രേഖപ്പെടുത്തി.